ഹായ് മക്കളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ ഇന്നെന്താ ഒരു സ്പെഷ്യൽ? നമ്മൾ രണ്ടുപേരും കൂടി എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ കാണാൻ വരുന്നത്? യെസ്, അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ആനുവൽ എക്സാമിന്റെ സമയമാണിത്. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പാരൻസിന്റെ ഒക്കെ നിർബന്ധം അനുസരിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ. അത് മാത്രമല്ല, നമ്മുടെ 4ാം ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾക്കൊരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ടായിരുന്നു, നമ്മുടെ പ്രാണ ബാച്ച്. നിങ്ങൾ കുറേ മക്കൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഏകദേശം ഇനി വരാൻ പോകുന്ന എക്സാം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴും നിങ്ങൾക്കായിട്ട് അവിടെ സൈലം ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച്. പക്ഷെ മിസ്സേ, ഈ 4ൽ നിന്ന് 5ലേക്ക് പോകുമ്പോൾ അവർക്ക് ഈ ഒരു സബ്ജക്റ്റിലൊക്കെ കുറേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ 4ാം ക്ലാസ്സിൽ ഇപ്പോൾ എക്സാമിന്റെ സമയമാണ്. എക്സാം ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. EVS ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. പക്ഷേ 5ാം ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ മാറാനായിട്ട് പോവാണ്. ഈ പറഞ്ഞ മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ അല്ലേ. അവിടെയും വ്യത്യാസം വരുവാണ്. അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും അല്ലെ, രണ്ടായിട്ട് മാറുവാണ്. അതോടൊപ്പം ഇംഗ്ലീഷും മാത്സും ഉണ്ട്. ഇനി കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് നമ്മുടെ EVSന്റെ കാര്യമാണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും എപ്പോഴും നിങ്ങളുടെ അടുത്ത് EVS എന്ന് പറഞ്ഞുകൊണ്ടാണ് വരാറുള്ളത് അല്ലെ. ആ EVS സ്പ്ലിറ്റ് ആവാൻ പോവാണ്. ഒന്ന് നമ്മുടെ ബേസിക് സയൻസ് ആണ്, മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്. ഇനി ഇതല്ലാത്ത വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലാംഗ്വേജുകൾ ഒന്നും കൂടാതെ ഒരു പുതിയ ഭാഷ എന്റെ മക്കൾ പഠിക്കാൻ പോവാണ്, ഹിന്ദിയാണ്. അപ്പൊ ആദ്യമായിട്ട് ഹിന്ദി നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവാണ് നമ്മുടെ 5ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്തേക്ക്. യെസ്, അപ്പോൾ ഏകദേശം സബ്ജക്റ്റിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് ആദ്യം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പൃഥ്വി ബാച്ച് നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇപ്പോൾ ആണെങ്കിൽ സൈലത്തിൽ എഡ്യൂഫെസ്റ്റ് നടക്കുന്ന കാര്യം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൃഥ്വി ബാച്ചിൽ 10% ഡിസ്കൗണ്ടോട് കൂടിയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല മിസ്സേ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം സ്കൂളിലാണെങ്കിൽ നമ്മുടെ ജൂൺ ആവണം ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വർഷമാണ് അല്ലെ. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ തുടക്കം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് സെറ്റ് ആയിട്ട് വേണം നമ്മുടെ 5ാം ക്ലാസ്സിലേക്ക് നമുക്ക് പോവാനായിട്ട്. അപ്പോൾ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു എഡ്യൂഫെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരു ലോങ് ഡ്യൂറേഷനിൽ കാണാനായിട്ട് പറ്റില്ല. ഒരു ലിമിറ്റഡ് ടൈം ഇന്റർവെൽ ഉണ്ട്. ഇനി വരാൻ പോകുന്ന 20ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗീവ് അവേയും നമ്മുടെ സൈലം അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്മാർട്ട് വാച്ച് ആണ് നമ്മളിതാ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എന്തായാലും നമ്മുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യൂലേ. അപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, മാർച്ച് 20ന്റെ മുന്നിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ലക്കി ആയിട്ടുള്ള 5 ആളുകളെ കാത്തുക സ്മാർട്ട് വാച്ച് ആണ് തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൂടാതെ മക്കളെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ പൃഥ്വി ബാച്ചിൽ നമ്മൾ 2 പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ബേസ് പ്ലാൻ ആണ്, മറ്റേത് നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ ആണ്. അപ്പോൾ ഇതിൽ ഏത് പ്ലാൻ ആണ് നമ്മുടെ മക്കൾക്ക് സ്യൂട്ട് ആവുന്നതെന്ന് പാരൻസിന് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഈ പ്ലാൻസുകൾ തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കാണാനായിട്ട് പറ്റും. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വേഗം തന്നെ എൻക്വയറി ചെയ്യുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിൽ അടിപൊളിയായിട്ട് നമ്മുടെ 5ാം ക്ലാസ് സെറ്റ് ആയിട്ട് പഠിക്കാം. അതിന്റെ ഇടയിൽ നമ്മുടെ ആനുവൽ എക്സാം മക്കൾ മറന്നു പോരുത്. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെ സൈലത്തിന്റെ എല്ലാ ഫാക്കൽറ്റീസിനും all the best.